പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. DTDC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. 70 റുപ്പീസാണ് സ്റ്റാർട്ടിങ് കേരളത്തിനകത്ത് CC. ഇന്ന് കാണിക്കുന്ന പ്ലാൻസ് എല്ലാം തന്നെ ബിഗിനേഴ്സിന് നല്ലതാണ് കേട്ടോ. റേറ്റ് കുറഞ്ഞ പ്ലാൻസാണ്. അപ്പോൾ എപ്പോഴും ബിഗിനേഴ്സ് റേറ്റ് കുറഞ്ഞ പ്ലാൻസ് വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അതായത് വില കൂടിയ പ്ലാൻസ് വാങ്ങിച്ച് വെച്ച് അതിൻ്റെ കെയറിംഗ് ഒന്നും അറിയാതെ നശിപ്പിച്ച് കളയുന്നതിനേക്കാളും നല്ലത് റേറ്റ് കുറഞ്ഞ് വാങ്ങിച്ച് വെച്ച് വളർത്തുന്നതായിരിക്കും നല്ലത്. നമ്മൾ കാണിക്കുന്ന ഈ പ്ലാൻസ് എല്ലാം തന്നെ ഒട്ടും കെയർ വേണ്ടാത്ത പ്ലാൻസുകളാണ്. പിന്നെ നമ്മളിപ്പോൾ കാണിക്കുന്ന പ്ലാൻസ് നമ്മൾ ഇന്ന് നാളെ എടുക്കുന്ന ഓർഡേഴ്സ് നമ്മൾ വെനസ്ഡേ ആയിരിക്കും അയക്കുന്നത്. കാര്യം നമ്മൾ മൺഡേയിൽ തമിഴ്നാട്ടിലോട്ടാണ് അയക്കുന്നത്. പിന്നെ അല്ലാതെ പെൻഡിങ്ങിൽ കിടക്കുന്നത് അയക്കാനുണ്ട്. കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ദിവസം എനിക്ക് പാക്കിങ് പറ്റിയില്ല. ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ റീസൺ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെനസ്ഡേ ആയിരിക്കും അയക്കുന്നത്. ആദ്യത്തെ ചെടി ഈ ഒരു ഫോണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഇത് നമുക്ക് വെയിലില്ലാത്ത ഭാഗത്ത് തന്നെ വെക്കണം. ഫേണെല്ലാം വെയിലില്ലാത്ത ഭാഗത്താണ് വെക്കേണ്ടത്. വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു ലീഫി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ബ്ലഡ് ലീഫ് എന്ന് പറയും. ഗ്രീന്, വൈറ്റ്, പിങ്ക് അങ്ങനെയൊക്കെ ചേർന്നത് 10 റുപ്പീസ്. ഇത് വെർബീന. ഇത് നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം. നല്ലതുപോലെ വെള്ളം കൊടുത്താൽ മതി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഒരുപാട് പൂക്കൾ പിടിച്ചോളും. ഇത് ലീഫി പ്ലാന്റ്. മുകളിൽ ഗ്രീന്, ബാക്കിൽ പർപ്പിൾ കളർ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഇത് നമ്മുടെ പഴയ ഒരു ചെടിയാണ്. ലേഡീസ് കനകാംബരം എന്ന് പറയും. ഓറഞ്ച് കളർ പൂ പിടിക്കുന്ന ലേഡീസ് കനകാംബരം. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസ്. ഇത് ഒരു ലീഫി പ്ലാന്റ്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഗ്രീന്, യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ലീഫി പ്ലാന്റ് നല്ല കാണാനായിട്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. അടുത്തെന്ന് പറയുന്നത് ഒരു ഗ്രാസ് ആണ്. ഇതിൻ്റെ പ്രൈസ് 15 റുപ്പീസ്. ഇത് കുറച്ച് വെയിലുള്ള ഭാഗത്ത് നിർത്താം, കുഴപ്പമൊന്നുമില്ല. അടുത്തെന്ന് പറയുന്നത് വേർട്ടിക്കൽ ഗാർഡനൊക്കെ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. വെയിലുള്ള ഭാഗത്ത് നിർത്താം. വേർട്ടിക്കൽ ഗാർഡന് നല്ലതാണ്. അടുത്തെന്ന് പറയുന്നത് പെൻറ്റാസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഒരുപാട് പൂക്കൾ പിടിക്കും കേട്ടോ. വലിയ കെയറിംഗ് ഒന്നും വേണ്ട. ഇത് വെയിലുള്ള ഭാഗത്ത് നിർത്തിയാൽ മതി. അത്യാവശ്യം വെള്ളം കൊടുത്താൽ മതി. പിന്നെയെന്ന് പറയുന്നത് ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ ചെടി ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിൽ പൂക്കൾ പിടിച്ച് തുടങ്ങും. റിയോ പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് ചെറിയ വെയിലത്തൊക്കെ വയ്ക്കാം കേട്ടോ. ഇത് ക്രോട്ടൺ പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസ്. ഇത് നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ നിർത്താം, കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്താൽ മതി. അടുത്തെന്ന് പറയുന്നത് ഇത് ക്രീപ്പിംഗ് ചാർലി ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 റുപ്പീസ്. ഷെയ്ഡിലിടുന്നത്, ഷെയ്ഡിൽ വളർത്താം. ഇത് മിനിയേച്ചർ റോസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. വെള്ള മിനിയേച്ചർ റോസ്. അടുത്തത് അടുക്കുമുല്ല. അടുക്കുമുല്ലയുടെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. നമുക്കറിയാമല്ലോ, വെയിലുള്ള ഭാഗത്ത് തന്നെ നിർത്തിയാൽ മതി. ഇടയ്ക്കൊക്കെ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് റെഡ് ലിപ്സ്റ്റിക്ക്, അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. നമ്മൾ ഈ അഗ്ലോണിമയൊക്കെ വളർത്തി തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം വിൽക്കുന്ന പ്ലാന്റ് ഇതായിരിക്കും. അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് പ്രൈസ് 30 റുപ്പീസ്. ഇതും അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്, എല്ലാവരുടെയും കയ്യിൽ കാണും. ഇല്ലാത്തവർക്ക് വാങ്ങാം. 20 റുപ്പീസ്. ഇനിയുള്ളത് മെക്സിക്കൻ ഫ്ലെയിം വൈ. ഓറഞ്ച് കളർ പൂ പിടിക്കുന്ന മെക്സിക്കൻ ഫ്ലെയിം വൈ. വെയിലത്ത് വേണം വളർത്തേണ്ടത്. അതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ഇത് ഹാങ്ങിങ് പ്ലാന്റ്. ടാങ്കിൾഡ് ഹാർട്ട് എന്ന് പറയുന്ന ഹാങ്ങിങ് പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 റുപ്പീസ്. ഇത് 25 റുപ്പീസ്. ഇത് യെല്ലോ ഗ്രീൻ മിക്സ്ഡ് ആയിട്ടുള്ളത്. ഇത് അധികം വെയിലില്ലാത്ത ഭാഗത്ത് വെക്കണം കേട്ടോ. അതായിരിക്കും നല്ലത്. അധികം വെയിലില്ലാത്ത ഭാഗത്ത് വയ്ക്കുമ്പോൾ നല്ല കളറിൽ കിട്ടും. ഇത് കല്ലേഡിയം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. അധികം പ്ലാന്റ്സ് ഇല്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 2-3 പ്ലാന്റ്സേ ഉള്ളൂ. നമ്മൾ കുറേ സെയിൽ ചെയ്ത് കഴിഞ്ഞതാണ്. ഇതും ഒരു കല്ലേഡി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഗ്രീന് പിന്നെ വൈറ്റ് ചേർന്നത്. നടുക്ക് വൈറ്റ് വരും. ഇതൊരു ഫെൻപാച്ചി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. പിന്നെയുള്ളത് കലാത്തിയ. കലാത്തിയ നമ്മൾ 50 റുപ്പീസിന് വിറ്റതാണ്. ഇത് 25 റുപ്പീസാണ്. കാര്യം ഒറ്റ ലീഫേ ഉള്ളൂ. ഒറ്റ ലീഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ നല്ല വേരുണ്ട് കേട്ടോ. അത് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റാണ്. അത് വെച്ചാൽ വളരും. 25 റുപ്പീസ്. പിന്നെയുള്ളത് ഇതൊരു അഗ്ലോണിമ. എനിക്ക് തോന്നിയത് അഗ്ലോണിമ ബട്ടർഫ്ലൈ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ചെറിയ പ്ലാന്റാണ്, ഒത്തിരി വലുതൊന്നുമല്ല. ഇത് ഒരു അഗ്ലോണിമ നാരോ ലീഫിൻ്റെ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഐഡിയ അറിയത്തില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. വലുതല്ല, ചെറുതാണ്. പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസ്. 2 തയ്യേ ഉള്ളൂ കേട്ടോ.
2 തൈയുള്ളൂ. പിന്നെ ഉള്ളത് കുഞ്ഞാണ്, അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇതെന്ന് പറയുന്നത് പ്ലേറ്റ് അരേലിയ, ഗ്രീന് എൻഡിലായിട്ട് ഇങ്ങനെ വൈറ്റ് വരുന്നത് ലീഫി പ്ലാന്റ് ആണ്. ഇതും ഒരു അരേലിയ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് അതിൻ്റെ പ്രൈസും 20 റുപ്പീസ്, ഇതിൻ്റെ പ്രൈസും 20 റുപ്പീസ്. പിന്നെയുള്ളത് കുഫിയ. കുഫിയ നമുക്ക് ഡാർക്ക് പിങ്കും ഉണ്ട്, ലൈറ്റ് പിങ്കും ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഡാർക്ക് പിങ്കാണ്. അതുകൊണ്ട് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നതും ചെറുതായിരിക്കുമ്പോൾ തന്നെ പൂക്കൾ പിടിച്ചു തുടങ്ങും. അതായത് പെട്ടെന്ന് നമുക്കൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, പിന്നെ ഈ വെയിലത്ത് നല്ല വെയിൽ വേണ്ടുന്ന പ്ലാന്റ് ആട്ടോ ഇത്. അപ്പോൾ നമുക്ക് വെയിലത്തൊക്കെ നല്ല നിരത്തി ഇങ്ങനെ വെക്കാൻ നല്ലതാണ്. ലൈനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഷേപ്പ് ചെയ്ത് നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ലൈറ്റ് പിങ്കും ഉണ്ട്, ഡാർക്ക് പിങ്കും ഉണ്ട്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് നമുക്ക് ഫിലോഡ്രൻ ടെംപ്റ്റേഷൻ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസ്. ഇത് പല വീഡിയോസിലും ഇടാൻ മറന്നുപോയ പ്ലാന്റ് ആയിരുന്നു. എപ്പോഴും വിചാരിക്കും ഇത് ഇടണമെന്ന്, കുറച്ചുണ്ട് ഇത്, പക്ഷേ അത് മറന്നു പോകും. അടുത്തതെന്ന് പറയുന്നത് ക്ലസ്റ്റർ വൈ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഇതും ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. നല്ല വയലറ്റ് കളർ പൂ പിടിക്കുന്നത്. രാവിലെ പിടിച്ച് വൈകിട്ടാകുമ്പോഴത്തേക്ക്, വൈകിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അതങ്ങ് അണഞ്ഞു പോകും. ഇത് പെഡിലാന്തസ്, ഇതിൻ്റെ അത് 30 റുപ്പീസാണ്. ഇത് പെഡിലാന്തസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഇത് പെഡിലാന്തസ് ഗ്രീന്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. പിന്നെയുള്ളത് ക്രോട്ടൺ പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസ്. ഗ്രീന് യെല്ലോ ചേർന്നത്, വെയിലത്ത് നിർത്തിയാൽ മതി. ഇത് 50 റുപ്പീസ്. എനിക്ക് തോന്നുന്നു നേരത്തെ കാണിച്ചത് തന്നെയാണ് തോന്നുന്നത്. അഗ്ലോ ബട്ടർഫ്ലൈ ആണെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ഇതൊരു ഡിഫൻ ബാച്ചിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. കൊള്ളാം, ഡിഫൻ ബാച്ചി. ഇത് ടൊറേനിയ, കാക്കപ്പൂ എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ പിങ്കും വൈറ്റും ചേർന്ന് പൂ പിടിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. കുറച്ച് വെയിലുള്ള ഭാഗത്ത് നിർത്തണം കേട്ടോ, ഒരുപാട് പൂക്കൾ പിടിക്കും പെട്ടെന്ന് തൊട്ട്. അതിനകത്ത് കുഞ്ഞ് വിത്തുമുണ്ട്. ആ വിത്ത് നിലത്ത് വീണ് പിന്നെ ഒരുപാട് ആയിക്കോളും. എവിടെയൊക്കെ വീഴുന്നോ അവിടെയെല്ലാം അങ്ങ് ഈ ചെടിയാണ്. പിന്നെ ഒരു തൈ വെച്ച് പിടിപ്പിച്ചാൽ മതി. ഇത് ലക്കി ബാമ്പു, എൻഡിൽ ഗ്രീനും നടുക്ക് വൈറ്റും വരുന്ന ലക്കി ബാമ്പു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 35 റുപ്പീസ്. അടുത്തത് നടുക്ക് ഗ്രീനും എൻഡിൽ വൈറ്റും വരുന്ന ലക്കി ബാമ്പു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് 35 റുപ്പീസ്. മറ്റേത് 3 ടൈപ്പ് ഉണ്ടേ, ഈ ടൈപ്പും കൂടിയുണ്ട്. ഇത് 35 റുപ്പീസ്. അപ്പോൾ അങ്ങനെ 3 ടൈപ്പ് ലക്കി ബാമ്പു. ഇതിൻ്റെ 3ൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് 35 റുപ്പീസ്. ഇത് ഡിഫൻ പാച്ച്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. അടുത്തെന്ന് പറയുന്നത് അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഇത് ബിഗോണിയ, ഇതിൻ്റെ പ്രൈസ് 20 റുപ്പീസ്. ഇത് ഹാങ്ങിങ് മെലസ്ട്രോമ, പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന ഹാങ്ങിങ് മെലസ്ട്രോമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഇതൊരു ക്രോട്ടൺ പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസ്. ഇത് ഫിലോഡൻഡൻ ലെമൺ ലൈൻ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഇതൊരു ലീഫി പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം കേട്ടോ, അപ്പം നല്ല റെഡ് കളറിൽ കിട്ടും. ഇതെന്ന് പറയുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. ഒരു തൈയാണ് 40 റുപ്പീസ്. ഒരു പിങ്ക് വൈറ്റ്, കറക്റ്റ് വൈറ്റ് അല്ല, ഒരു പിങ്ക് കൂടി ചേർന്നൊരു കളറാണ്. ഇത് യുജീനിയ, 50 റുപ്പീസ്. അടുത്തത് സ്നേക്ക് പ്ലാന്റ്, എൻഡിൽ യെല്ലോ വരുന്ന സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു തൈ 50 രൂപ, 50 റുപ്പീസ്. പിന്നെയുള്ളത് ഗ്രാസ് ആണ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. പിന്നെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് പെൻറ്റാസ്, നമ്മൾ നേരത്തെ ഒരു കളർ കാണിച്ചായിരുന്നു. ഇത് പർപ്പിൾ കളർ, പ്രൈസ് 20 റുപ്പീസ്. സ്നേക്ക് പ്ലാന്റ് പിന്നെ സാധാരണ നോർമലായിട്ടുള്ള സ്നേക്ക് പ്ലാന്റും ഉണ്ട്, 20 റുപ്പീസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൈഡിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ കൂടുതൽ മെസ്സേജ് ഇടല്ലേ, കൂടുതൽ മെസ്സേജ് ഇട്ടാൽ നമ്മുടെ മെസ്സേജ് എല്ലാം മുകളിൽ പോയി കിടക്കും. നമ്മൾ താഴെ മുകളിലല്ലേ നോക്കി വരുള്ളൂ. അപ്പോൾ അത് വീണ്ടും ലേറ്റ് ആവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
പിന്നെ പ്ലാൻസ് കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മെസ്സേജ് ഇടുക പ്ലാൻസ് കിട്ടിയെന്ന്. പലരും പിക്ക് ഇട്ട് കാണിക്കാറുണ്ട്. മെസ്സേജ് എങ്കിലും ഇടുക, ചിലർ ഒന്നും പറയത്തില്ല കേട്ടോ. നമ്മളിത് കൊല്ലത്തു നിന്നാണ് അയക്കുന്നത്, അപ്പോൾ 2 ദിവസത്തിനകം കിട്ടും. പിന്നെ ചിലത് കാസർഗോഡ് അല്ലെങ്കിൽ വയനാടൊക്കെ ചിലപ്പം ഒരു ദിവസം കൂടി ആകുമായിരിക്കും. അപ്പം പിറ്റേന്ന് ആലപ്പുഴ പത്തനംതിട്ടയൊക്കെയാണ് പിറ്റേന്ന് തന്നെ കിട്ടും. അപ്പം പിറ്റേന്ന് തന്നെ കിട്ടിയില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ കിട്ടിയിട്ടില്ലെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സെയിൽ വീഡിയോ. അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഉടനെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ, സേഫായിട്ടിരിക്കണം. ബായ്.